എല്ലാവർക്കും GJ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കുന്നത് മരുന്നും വളവും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കഷായവും ടോണിക്കും ആണ്. അപ്പോൾ ഇതൊന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ കളറ് തന്നെ കണ്ടോ, നല്ല റെഡാണ്, നല്ല ഭംഗിയാണ് കാണാൻ തന്നെ. അപ്പോൾ ഇത് നമ്മൾ പച്ചക്കറികൾക്കും ചെടികൾക്കും നമുക്ക് ഉപയോഗിക്കാം. പൂവിടാനും അതുപോലെ വേര് പിടിക്കാനും എല്ലാത്തിനും നല്ലതാണ് ഈ ടോണിക്ക്. അപ്പോൾ ഇത് പുഴുക്കൾക്കും പുഴുശല്യത്തിനും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ചാരമാണ്. നമ്മൾ വിറക് കത്തിച്ച ചാരോ അല്ലെങ്കിൽ ഏത് പേപ്പർ കത്തിച്ചതോ അങ്ങനെ എന്ത് കത്തിച്ച ചാരമായാലും കുഴപ്പമില്ല, പക്ഷെ വിറക് കത്തിച്ചതായിരിക്കും നല്ലത്. അതൊരു 4-5 ടീസ്പൂൺ എടുക്കാം. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ മഞ്ഞൾ വെച്ചുണ്ടാക്കിയതാണ്, പൊടിപ്പിച്ചതാണ്. അപ്പോൾ ഇതിൽ വേറെ കൂട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആ മഞ്ഞൾ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ചാരത്തിലേക്ക് നമ്മൾ 3-4 ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾ എല്ലാവർക്കും അറിയാലോ, നല്ലൊരു മരുന്നാണ്, പുഴുക്കൾക്കൊക്കെ നല്ലതാണ്. എപ്പോഴും നമ്മൾ മഞ്ഞൾ അടിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും എല്ലാത്തിനും. അത് നമുക്ക് ഒറ്റയ്ക്ക് വെള്ളത്തിലായാലും കലക്കി ഒഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ ഇവിടെ ചാരത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് മുട്ടയുടെ തോട് പൊടിച്ചെടുത്തതാണ്. മുട്ടയുടെ തോട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ആ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് 1 ടീസ്പൂൺ നമുക്ക് ഉപയോഗിക്കാം. ഇതിലൊക്കെ നന്നായിട്ട് വിറ്റാമിൻ അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വേറെ വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ വളം വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് മുട്ടയുടെ തോട് നമുക്ക് അറിയാലോ, റോസിനൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണെന്ന്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കി വെക്കുക. അത് കുറച്ച് നേരം വെക്കണം. ഇനി കുറച്ചും കൂടി ഇതിലേക്ക് ഒഴിക്കാനുണ്ട്. അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഒരു ദിവസം ഇത് വെക്കണം. എന്നിട്ടാണ് നമ്മളിതെടുത്ത് സ്പ്രേ ചെയ്യുന്നതൊക്കെ. അപ്പം നമ്മളിനി അടുത്ത എടുക്കാൻ പോകുന്നത് നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയാണ്. ശീമക്കൊന്ന ഇല്ലെങ്കിൽ മുരിങ്ങ ഇലയോ അല്ലെങ്കിൽ തുളസി ഇലയോ അങ്ങനെയുള്ള പനിക്കൂർക്ക അങ്ങനെയുള്ള ഇല ഏതെങ്കിലും എടുക്കാം. അപ്പം നമുക്ക് ഇപ്പോൾ ഇതിവിടെ ശീമക്കൊന്നയുടെ ഇലയാണ് ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് ആ ഇല ഉരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കണം. നല്ല വെട്ടി എടുക്കണം. ഇങ്ങനെ തിളപ്പിച്ചെടുത്ത വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ട, ഇത് തിളപ്പിച്ചപ്പോൾ അതിൻ്റെ ആ കളറൊക്കെ അതിലേക്ക് കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ തിളപ്പിച്ച വെള്ളം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ ഒരു ദിവസം എടുത്തു വയ്ക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ ഈ കലക്കി വെച്ചിരിക്കുന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടാറിയിട്ട് ഒഴിച്ചു കൊടുത്തോളൂ. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഒരു കുപ്പിയിലാക്കിയിട്ട് നമുക്ക് എടുത്തു വയ്ക്കണം ഒരു ദിവസം. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ഉണ്ടാക്കി നമുക്ക് കുറച്ച് ദിവസത്തേക്ക് എടുത്തു വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൽ നിന്നിപ്പോൾ 1 കപ്പ് എടുത്തിട്ട് 5 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. നമുക്കിത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കി നമുക്ക് കേടുവരാണ്ട് എടുത്തു വെച്ചാൽ മതി, ഒരു കുഴപ്പവും വരില്ല. അപ്പോൾ ഈ കുപ്പിയിലാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ആവശ്യാനുസരണം അരിച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ്. അതിലെ ആ തരിയൊക്കെ പോകും. അപ്പോൾ അരിച്ചെടുത്തത് നമ്മൾ കളയണ്ട കേട്ടോ. അത് നമുക്ക് വെള്ളത്തിൽ കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. മുളകിൻ്റെയോ അല്ലെങ്കിൽ ചട്ടികളുടെയൊക്കെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരിച്ചെടുക്കുന്നത് നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ മുകളിൽ വന്ന് കിടക്കുന്ന കരടൊക്കെ നമുക്ക് അരിച്ചെടുക്കുമ്പോൾ അതൊക്കെ പോയി കിട്ടും. അപ്പോൾ അതൊരു വളമാണ്. അപ്പോൾ അത് വെറുതെ കളയരുത്. അത് നമ്മുടെ മുളകിൻ്റെ ചുവട്ടിലോ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ നമുക്കത് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരിച്ചെടുക്കുന്നത് എപ്പോഴും ഒരു തോർത്തുമുണ്ടിൻ്റെ ഇതിലോ അല്ലെങ്കിൽ വെള്ള മുണ്ടിലോ ഒക്കെ അരിച്ചെടുത്താൽ നമുക്ക് നന്നായിട്ട് അരിച്ച് കിട്ടും. അരിപ്പയിലാവുമ്പോൾ അതിൻ്റെ തരിയൊക്കെ കുറച്ചൊക്കെ വീണു പോകും. ഇങ്ങനെ ആകുമ്പോൾ ഒട്ടും തരി പോയില്ല, നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ അരിച്ചെടുത്തതാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. ഇതിപ്പോൾ നമുക്കിതിലെല്ലാ വളവും മുട്ടയുടെ തോടൊക്കെ ഉള്ള കാരണം, അതുപോലെ ശീമക്കൊന്നയിലും നല്ല വളമുള്ളതാണ്. ചാരത്തിൽ നൈട്രജൻ, ഫോസ്ഫറസ് ഒക്കെ അടങ്ങിയിട്ടുള്ള വളങ്ങളാണ്. അപ്പോൾ ആ വളമൊക്കെ നമ്മൾ ഒഴിക്കുന്നതിന് പകരം ഇത് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. പിന്നെ പുഴുശല്യത്തിനാണ് ഏറ്റവും നല്ലതാണ് മഞ്ഞൾ. അപ്പോൾ ഇങ്ങനെ പിന്നെ നമുക്ക് ഇത് ചെടികൾക്ക് റോസിന് ഏറ്റവും നല്ലതാണ്. റോസിന് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മളെപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, റോസുമ്പോൾ നമ്മുടെ പൂക്കളൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെട്ടിക്കളയണം. പിന്നെ ഉണങ്ങിയ കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ
വെട്ടിക്കളയണം. എപ്പോഴും ഉണങ്ങിയ പൂക്കൾ വെട്ടിക്കളഞ്ഞാലേ പുതിയ പൂക്കൾ വരത്തുള്ളൂ, അതുപോലെ തന്നെ കിളിർത്ത് വരത്തുള്ളൂ. അപ്പം നമ്മൾ ഇതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് വേണം ഈ മരുന്ന് തെളിച്ച് കൊടുക്കാനായിട്ട്. ഇത് മരുന്ന് തെളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് കിളിർത്ത് വന്ന് തുടങ്ങും. റോസയുടെ ഇളപ്പുകളൊക്കെ കിളിർത്ത് വന്ന് വേഗം പൂക്കളുണ്ടാവും കേട്ടോ, നല്ല കൊല കുത്തി പൂക്കളുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊക്കെ കമ്പുകളുമേയും തെളിച്ച് കൊടുക്കാം. ഈ ഉണങ്ങിയ കമ്പുകളൊക്കെ കളഞ്ഞിട്ട് അതുമേയും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് അത് നന്നായി കിളിർത്ത് വരും. നല്ല ഇലയായിട്ടൊക്കെ ബുഷിയായിട്ട് വന്ന് നമുക്ക് നിറച്ച് പൂക്കൾ ഉണ്ടാവും റോസുമേ. അപ്പോൾ പ്രത്യേകം റോസിന് വേണ്ടിയിട്ട് നമുക്ക് റോസ് ഉള്ളവർക്കൊക്കെ ഇത് ഉണ്ടാക്കി ഇതുപോലെ മരുന്ന് തെളിച്ച് കൊടുത്താൽ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾക്കും പ്രത്യേകം പറയേണ്ടതില്ല. നമുക്ക് മുളകൊക്കെ പൂവിടാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒക്കെ നമ്മുടെ ഈ ഒച്ചുകൾക്ക് അതിനൊക്കെ ശല്യത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയറൊക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാവരും ഇത് വീടുകളിൽ ഉണ്ടാക്കി വെക്കുക. കാരണം നമ്മൾ കൃഷി ഇഷ്ടമുള്ളവരൊക്കെ നമുക്ക് പച്ചക്കറികളൊക്കെ വീടുകളിലുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഇതുപോലെ മരുന്നുകൾ തെളിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നും മാറി ഉണ്ടാക്കാൻ ഇങ്ങനത്തെ മരുന്നുകൾ നല്ലതാണ്. കഷായം പോലെ അത് ഈ വെള്ളം തിളപ്പിക്കണത് മുരിങ്ങയിലയോ അല്ലെങ്കിൽ നമ്മുടെ ശീമക്കൊന്നയുടെ ഇലയൊക്കെ തിളപ്പിച്ച് വെള്ളം ഒഴിക്കുന്നതിനും ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അങ്ങനെയും ചെയ്യണം. അപ്പോൾ ഇതെല്ലാവരും കുറച്ചേശമൊക്കെ ഉണ്ടാക്കി വെക്കണം. ഇതുമൊക്കെ ഇപ്പോൾ പൂവിട്ട് ഇതൊരു ട്രിപ്പ് വിളവെടുത്തതാണ്. ഇപ്പം മുളകിനൊക്കെ നല്ല വിലയുണ്ട്. അപ്പം മുളക് കൃഷിയൊക്കെ ചെയ്യാം. പിന്നെ നമുക്ക് വഴുതന ഇതൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഗ്രോ ബാഗിലും ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് ഷെയറും ചെയ്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ മാസത്തിലും ഈ 2 ആഴ്ച കൂടുമ്പോൾ ഇതുപോലെയുള്ള വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുക്കണം. നിർബന്ധമായിട്ടും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.